അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് വിഷയം. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല, എങ്ങും ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് വേണം എനിക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇവനെ കുറിച്ചൊരു കണ്ടന്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. എടാ നീ എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തേക്കുന്നത്? എന്റെ മോനെ വെറുതെ അല്ലാത്ത എല്ലാരും വന്നിട്ട് ഈ മണ്ടർ റോബിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ചുമ്മാ അവന്റെ അക്കൗണ്ട് ഒന്ന് നോക്കിയതാണേ. അപ്പൊ അല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. നീ എന്റെ കാശ് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ എന്നെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയില്ല? എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് എന്റെ ഓർമ്മയിലില്ല. എന്താണ് റോബിനത്? ഞാൻ ഇന്നലെ ആക്ച്വലി ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈവനിങ് ഇവൻ്റെ അക്കൗണ്ടിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴേക്കും അതുവരെ ഉണ്ടായിരുന്ന കാര്യം പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാനും അനന്തുമൊക്കെ ആയിട്ട്, അതായത് ഡോക്ടറൊക്കെ ആയിട്ട് നമ്മളൊക്കെ ആയിട്ട് കമ്പനി ഉണ്ട്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ച് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ട് എന്താ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നൊക്കെയുള്ള കംപ്ലീറ്റ് സ്റ്റോറി നറേഷനൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അവൻ്റെ പുറകെയാണ്, അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഇൻ്റർപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഞാൻ എടുത്തിട്ട് കോണ്ടന്റ് ആക്കേണ്ട കാര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. റോബിൻ്റെ ഒരു വിഷയം ഞാൻ ഇൻസ്റ്റയിലായിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഇവനൊരു സ്റ്റോറി പോലും ഷെയർ ചെയ്തിട്ടില്ല, എങ്ങും ഒരു കോൺടാക്റ്റിനും ഞാൻ നിന്നിട്ടില്ല. ഇപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇന്നലെ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് വേണ്ടി എൻ്റെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കിയപ്പോൾ അതിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ റോബിനെ നീ എൻ്റെന്ന് വല്ല, എൻ്റെ അറിവിൽ ഞാൻ തന്നിട്ടില്ല 5 പൈസ. ഞാൻ അറിയാണ്ട് നീ എൻ്റെന്ന് വല്ല കാശ് അടിച്ച് മാറ്റിയിട്ടുണ്ടോടെ? നീ എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല. നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങളൊന്ന് കാണും. അതായത് ഈ മണ്ടൻ റോബിൻ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാൾ കാശ് കടം വാങ്ങുമ്പോൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ വീഡിയോ ഒപ്പം നിന്ന് എടുത്ത് പ്രൂഫ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള. ഞാൻ പല സൈസ് കടം വാങ്ങുന്നവരെ അത് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥ കൊണ്ടിട്ട് ദുരിതത്തിലാവണവരെ അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കുന്ന പല രീതിയിലും ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കടം വാങ്ങിക്കുന്ന കാശ് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്. നല്ല മണ്ടനായ, ഞാൻ പറയാനുള്ള വാക്ക്. ഇനി ആ വീഡിയോസും ജസ്റ്റ് കണ്ട് തുടങ്ങാം, അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നലത്തോട് തന്നെ 26-ാം തീയതി വരെ നമ്മൾ ക്ഷണിച്ചു. ജൂൺ 26 എത്തി. ഇങ്ങനെ വലിഞ്ഞ് ജൂൺ 26 ഇവൻ്റെ ഒരു കോളിലാണ് ഇവൻ്റെ ത്രട്ട് എനിക്ക് വരുന്നത്. ത്രട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫാൻസ്, അയാളെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം വെച്ചാൽ റൂട്ട് മാറി. എന്തൊക്കെയാണ് റോബിന് ഇതൊക്കെ കുറച്ച് നേരത്തെ വന്ന സാധനങ്ങളാണ്. ഹണി ട്രാപ്പ്, എന്നിട്ട് അവസാനം ഈ റോബിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോ ലാസ്റ്റത്തേക്ക്. ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ പെടുത്താൻ നിന്ന റോബിൻ്റെ അവസ്ഥ എന്ന് അറിയണ്ടേ? റൂട്ട് മാറിപ്പോയി, ഈ സംഭവത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോയി. ഞാൻ ഫോണിൽ പിന്നെ ഞാൻ അവന് ഒരു രീതിയിലുള്ള മെസ്സേജ് അവനെ വിളിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അഭിപ്രായമാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അഭിപ്രോവിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അഭിപ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനി അഭിപ്രോവിന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നമ്മുടെ സ്വന്തം അഭിപ്രായമാണ്. ഇന്ന് ഏപ്രിൽ 28, 2026. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അഭിപ്രായമാണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം. എന്റെ പൊന്നടാവേ, എനിക്ക് ഇത് കാണുമ്പോഴാണ് ഇവന് ഇടക്കിടക്ക് മണ്ടർ റോബിൻ എന്ന് വിളിക്കാൻ തോന്നുന്നത്. എനിക്ക് ഇയാളായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഈ വീഡിയോ കോണ്ടന്റ് ഇത് ചെയ്യുന്ന പലർക്കും പുള്ളിയായിട്ടൊരു ബന്ധമില്ല. പക്ഷേ പുള്ളിയുടെ ഒരു മൊത്തം ആക്ടിവിറ്റീസും പുള്ളി ചെയ്തു നോക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ എന്തൊക്കെ മണ്ടത്തരം ഇയാൾ കാണിച്ചു വെച്ചേക്കണത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇവർ അനന്തമൊക്കെ പ്രസ് മീറ്റ് എടുത്തു. സാധാരണ പ്രസ് മീറ്റ് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകാറുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. പക്ഷേ ഇത്തവണ അനന്ത് മാത്രമായിട്ട് ഈ ഒരു കേസ് അവനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടും അതിൻ്റെ ഒരു നറേഷൻ ഉണ്ട്, അതായത് എങ്ങനെ ഇതിലേക്ക് എത്തിയെന്നുള്ളത്. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് പോയി. ഞാനാണെങ്കിൽ ഞാൻ ഇവിടെ നല്ല ഉറക്കമായിരുന്നു. പ്രസ് മീറ്റ് മാറ്റി വെച്ചിടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഓക്കെ എടാ വൈകുന്നേരം വേറെ ലൊക്കേഷനിലാന്ന് പറഞ്ഞു. ഓക്കെ, അവരവരെ പരിപാടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ മണ്ടൻ റോബി എന്ത് ചെയ്യുന്നറിയോ? മണ്ടൻ റോബി പ്രസ് മീറ്റിലേക്ക് കയറി ചെന്ന്, പ്രസ് മീറ്റ് ഉണ്ടാവുന്ന പറഞ്ഞുകൊണ്ട് ചെന്ന്, അത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇവർ സ്ഥലം മാറ്റിയിരുന്നു. കാര്യം ഇവൻ വന്ന് എന്തെങ്കിലും കൊണാപ്പ് കൊണ്ട് വരും എന്നുള്ള ഉറപ്പായിരുന്നു. അത് കോമഡിയാണ്. കണ്ടല്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്രയും കേട്ട് പേപ്പറൊക്കെ ആയിട്ട്. അതായത് ഒരു A4 ഷീറ്റിൻ്റെ ബണ്ടിൽ അങ്ങനെ തന്നെ പുള്ളി പൊട്ടിച്ച് പ്രിൻ്ററിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള കോപ്പി ആയിട്ടാണ് ചെങ്ങായി വന്നത്. അത് അടപടലും 3G ആയി.
ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഒരു 133 പേജുള്ള ഒരു PDF ഫയലുണ്ട്. ഞാനത് നോക്കിയായിരുന്നു, എൻ്റെ കിടക്കുന്നുണ്ട് സാധനം. അതിൻ്റെ അകത്തു നിന്നാണ് ഒരു സാധനം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതും. ഓക്കെ, അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പുള്ളി കൊണ്ടുവന്നതാണ്. അത് ആരെങ്കിലും വാങ്ങിച്ചോടേ, എന്തെങ്കിലും ആവട്ടെ. ഇനി വന്ന സമയത്ത് പുള്ളി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് ഫുൾ 3G ആയി കഴിഞ്ഞപ്പോൾ. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പ്രസ് ക്ലബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുന്ന രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചു എറണാകുളം പ്രസ് ക്ലബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇപ്പോൾ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ പൊന്നു റോബിനെ, നിൻ്റെ ഭാഗം പ്രൂവ് ചെയ്യണമെങ്കിൽ നീ സ്വന്തമായിട്ട് കാശും മുടക്കി പ്രസ് മീറ്റ് നീ അറേഞ്ച് ചെയ്യണം. പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യണേക്ക് മുമ്പ് കുറച്ച് എന്തൊക്കെയാണ് നീ പ്രസ് മീറ്റിൽ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ പറഞ്ഞു തന്നെ വേറെ ഒന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിന് പ്രസ് മീറ്റ് നടത്തണം എങ്ങനെ പരിപാടിയൊന്നും വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ചില ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എനിവേ, നീ അറിയാമെന്ന് തന്നെ കൂട്ടിക്കോ. നീ സ്വന്തമായിട്ട് പ്രസ് മീറ്റ് എടുത്ത് എന്നിട്ട് നീ അതിൽ നിൻ്റെ തെളിവുകൾ നിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുക്ക്. ഇവിടെ ഇന്ത്യയുടെ വല്ലവരും നടത്തുന്ന പ്രസ് മീറ്റിൻ്റെ അകത്തേക്ക് വലിഞ്ഞു കയറിച്ചല്ലേ, അതൊരുമാതിരി നാണം കെട്ട പരിപാടിയാണ്. അയ്യേ, അത് അവരുടെ രീതിക്ക് അവർ നടത്തുന്ന പരിപാടി, അതിൻ്റെ എക്സ്പെൻസൊക്കെ അവർ മീറ്റ് ചെയ്തോളും. നീ അതിൻ്റെ അകത്ത് എന്തിനാണ്ട് ഈ എവിടെയെങ്കിലും പ്രസ് മീറ്റിൻ്റെ വിളിച്ചാൽ ഞാൻ വന്നോളാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെ പറയണേക്കുന്നത്. ഒരു അലിഗേഷൻ വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഇത്രയും കൂടുതൽ മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് വന്നിട്ട് റോബിൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് ഒരു സ്വന്തം വില കളയല്ലേ ഇങ്ങനെ. ഇനി പ്രസ് മീറ്റിൻ്റെ ഇടയിൽ ഇവൻ്റെ ഒരു വേറൊരു വീഡിയോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് മറ്റേ അപിൽ ദേവ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി അതൊക്കെ കാണിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്ത് അവർ പോയി. അവരുടെ പരിപാടിയും കഴിഞ്ഞ് പോയി. കുറേ ഓൺലൈൻ മീഡിയസ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും ബൈറ്റ് എടുത്ത്. എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം മീഡിയ എല്ലാവരും ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ചാനൽസ് എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇന്ന് 18/12/2025 ഞായറാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്ന വൈകുന്നേരം. അപ്പം എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അഭിൽ ബ്രോന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ് നാളെ. അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ചു കൊടുത്തിരിക്കും. അറ്റ് എനി കോസ്റ്റ് 4 ലക്ഷം വാങ്ങിച്ചിട്ട് 4,25,000 തിരിച്ചു കൊടുക്കുക. എന്താ പലിശക്ക് കൊടുക്കുന്ന പരിപാടിയാണത്? അപ്പോൾ അങ്ങോട്ടോട് സഹായിക്കുന്നതല്ല, പലിശ പരിപാടി ആയിരിക്കുമല്ലേ? ഓടേവോ ഇതൊക്കെ എന്തിനാണ് മണ്ട വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്? എന്തെങ്കിലും കാരണം. പക്ഷെ ഇവ ഒന്ന് ചിന്തിച്ചാൽ മതി. വേറെ ഒരുപാടൊന്നും ഇതാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവരൊരു പബ്ലിക് ഫിഗറാണ്, ഒരു ഇൻഫ്ലുവൻസർ. ഡോ നോട്ട് ഇൻഫ്ലുവൻസ് ഹിം എനിവേ, എന്നാലും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ക്യാഷ് വാങ്ങുമ്പോഴേക്കും ഇങ്ങനെ വീഡിയോ വെച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിനക്കത് കൊടുക്കാൻ പറ്റിയില്ല, ഡിലേ ആയി, അല്ലെങ്കിൽ നീ കൊടുത്ത് നിന്നിരിക്കട്ടെ, ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടിട്ട് ഇവരൊരു അലിഗേഷൻ അല്ലെങ്കിൽ നിന്നെ റീഫെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളൊരു മിനിമം ചിന്ത എന്ന് പറഞ്ഞ സാധനം, ബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? എന്തു ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കടം വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് പുതിയ ടെക്നിക്ക് ആയിരിക്കുമല്ലേ ഒരു വിശ്വാസം വരാൻ വേണ്ടി? എടാ, ഹൈലി മാനിപ്പുലേറ്റീവ് ആണല്ലോ. ഇങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ അപിൽ ദേവ് എന്ന് പറഞ്ഞ ആളുടെ ഈ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ്റെ കഥകളും മറ്റൊക്കെ കേട്ടപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, എത്ര 2-3 തവണ എന്തോ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള, ഇഫ് ഐ എം നോട്ട് റോങ്. എങ്ങനെയാണ് ബ്രോ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ എന്തോരം മാനിപ്പുലേറ്റീവ് ആയിരിക്കും റോബിൻ ഹുഡ്. അസാധ്യം തന്നെ. ഇനി ഇവിടെ മൊത്തത്തിലൊരു ഞാൻ പറയില്ല PDF ഫയൽ 21 MB ഉള്ളൊരു PDF ഫയലാണ്. 133 പേജസ് ഉണ്ട് ആ സാധനത്തിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് എല്ലാവരുടെയും കണ്ണുടക്കിയതും എൻ്റെയും കണ്ണുടക്കിയതും നമ്മളെല്ലാവരും സംസാരിച്ചതായിട്ടുള്ളൊരു മെയിൻ ട്രാൻസാക്ഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതാണ്. ഇതിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2ഉം ഫ്രമും ഒരുമിച്ചിട്ടിട്ട് റോബിൻ രാധാകൃഷ്ണൻ എന്ന് ഇട്ടേക്കണത്, മുകളിൽ F എന്ന്. അതായത് റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള പേരാണെങ്കിൽ 6 ആയിരിക്കും വരേണ്ടത്, ഇത് F ആണ് ഇട്ടേക്കണത്. അത് ആരോ പേര് അങ്ങോട്ടും കൂടി മാറ്റി വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തേക്കണത്. പിന്നെ എല്ലാവരും പറഞ്ഞത് AI ജനറേറ്റഡ് ആണ്. എടാ, ഇത് AI ഒന്നും അല്ല, സത്യമായിട്ട് AI അല്ല. കാര്യം AI ആണെങ്കിൽ പോലും AIക്ക് പോലും മിനിമം ബോധമുണ്ട്, മിനിമം ബുദ്ധിയുണ്ട്. അതിൽ കുറച്ചെങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ട, അതിനറിയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇത് അതുപോലും കഴിവില്ലാത്ത, ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ആരോ ചെയ്തു വെച്ചേക്കുന്നതാണ്. റോബിൻ തന്നെ ചെയ്തായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും മണ്ടത്തരം കാണിച്ചു നോക്കൂലല്ലോ ഇതിൻ്റെ അകത്ത്. അപിൽ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് കാശിട്ടേക്കണ എന്തോ സംഭവമാണ്. പക്ഷേ മുകളിൽ 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, അതിൻ്റെ മുകളിൽ F.
ഇതെന്താണെന്നുള്ളതായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പലരും വീഡിയോ ഇട്ടത്. കാര്യം ഈ റോബിൻ എന്ന് പറഞ്ഞ ബുദ്ധിമാൻ ഇദ്ദേഹം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതെല്ലാവരും കൂടി ഒരു PDF ആക്കിയിട്ട് ഇതുപോലെ പബ്ലിക്കായിട്ട് ഇട്ട് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന നോക്കാൻ പറ്റുന്ന രീതിയിൽ വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ആലോചിക്കണേ. ഓക്കെ പോട്ടെ. അതിൽ ട്രാൻസാക്ഷനൊക്കെ ടാലി ചെയ്ത് നോക്കുമ്പോഴേക്കും വലിയ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതും നിൽക്കുന്നത്. അതിലും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇനി ഇവരൊക്കെ തന്നെ വീഡിയോ ഇട്ട് തീർത്തോളും. കാര്യം എനിക്ക് ഈ ഷിറ്റ് കേസിൽ ഇടപെടാൻ താല്പര്യമില്ല. പക്ഷേ ഞാൻ എന്നെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്ത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നീ ബ്ലോക്ക് ചെയ്തെന്തിനാ നീ പറയണോളാ റോബിനെ? അയ്യേ, നീ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കണ്ടന്റ് പോലും ചെയ്യാത്ത എന്നെ എന്തിനാ നീ ബ്ലോക്ക് ചെയ്തത്? ഞാൻ ഇടക്കിടക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനായിരിക്കും വന്നാലും ഈ മാനിപ്പുലേഷൻ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് റോബിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ടു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിന്റെ അകത്ത് സായി പറയുന്നുണ്ട് ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽ ദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽ ദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോകണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ എൻ്റെ വാട്സാപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടേര്. ഇത് പ്രവീൺ ചേട്ടന്റെ വോയിസ് ആണ്. GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരന്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിന്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലും ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 അന്ന് പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫേർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫേർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു. SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടൻ്റെ വോയിസ് 14 അബിൽദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്.
അപ്പോൾ ഇന്നിനിയിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ ഈ 25,000 കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽ ദേവൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽ ദേവൻ ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16 നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫേർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽ ദേവ്, ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിൻ്റെ അകത്ത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാതെ AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ മൊത്തം ഞാനിത് 13 മിനിറ്റോളമുള്ള വീഡിയോ ഉണ്ട്, പക്ഷേ ഇതിലെ മെയിൻ പാർട്ട് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് സായി ചെയ്ത വീഡിയോയെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ വേദലക്ഷ്മിയുടെ സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഈ ഫ്രമ്മും ടു ഒരുമിച്ച് വന്നൊന്നും മുകളിലത്തെ ആ ഒരു സാധനം പറയുന്നില്ല. ഈ ഒരു എൻ്റെ വീഡിയോയിൽ അവൻ അത് പറയുന്നില്ല. അവൻ പറഞ്ഞാൽ അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള വേറൊരു വ്യക്തിയുടെ പേര് പ്രവീണോ ഐ തിങ്ക് ആള് ഈ പറഞ്ഞ പോലെ അബിൽ ദേവന് ഇട്ട് കൊടുത്ത ക്യാഷാണ്, പുള്ളിയാണ് ഇട്ട് കൊടുത്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന കാശ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന പോലെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പുള്ളി എങ്ങനെയൊക്കെയോ ടാലി ആക്കി ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അത് മറ്റൊരു സത്യം, അത് മറ്റൊരു മെഡിക്കൽ മിറാക്കിൾ. പക്ഷേ ഇതിനെക്കുറിച്ച് ഈ വന്നേക്കുന്ന ഒരു എഡിറ്റിംഗ് വിസ്മയത്തെക്കുറിച്ച് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത്. അതങ്ങോട്ട് സമ്മതിക്ക്, കയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കിയതാണെന്ന്. പ്രശ്നം തീർന്നില്ലേ? ഞാൻ ആ ട്രാൻസാക്ഷൻസ് ഫുള്ളിൽ നിന്ന് നോക്കിയായിരുന്നിട്ട് അതിൽ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുന്ന് കൂട്ടി കിഴിച്ച് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ച പരിപാടിയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത്ര നല്ല മൂഡിൽ ഇരിക്കാത്തതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ നടന്നതിന്. പണ്ട് അങ്ങനെയായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റയിൽ. ഇപ്പോൾ അതിനൊറ്റൊരു മാനസികാവസ്ഥ അല്ല, അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടടാ, കള്ളപ്പെടുവാ. ഈ ഒരു ആദ്യത്തെ വെച്ചൊരു ന്യൂസിൽ അബിൽ ദേവ് പറയുന്നുണ്ട്, ഇവൻ ഹണി ട്രാപ്പിൽ പെടുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം. ട്രാൻസാക്ഷൻ്റെ കേസ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു മെയിൻ മോഡ് ഓഫ് ഓപ്പറേഷൻ ഇങ്ങനെയാണ്: കാശ് കടം വാങ്ങും, ഭയങ്കര ഇതായിരിക്കും, അതിന് പിന്നെ കാശ് കൊടുക്കൂല, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ വാങ്ങും, അവിടെ നിന്ന് കടം വാങ്ങും, ഇവിടെ നിന്ന് കടം വാങ്ങും, മൊത്തം കടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത് ഞാൻ എന്തോ വേറൊരു സാധനം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ട്രോളാണോ അതോ ഒറിജിനലാണോ എന്നറിയില്ല. ഇപ്പോൾ ഓടിച്ചുകൊണ്ട് എടുക്കുന്ന താറുണ്ടല്ലോ, കാറ്, അത് 4,000 രൂപ കണ്ട് റെൻറ്റിന് എടുത്താന്ന്. ഓടി കാർ ഉൾപ്പെടെയൊക്കെ വിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവൻ്റെ വൈഫ് ഉണ്ടല്ലോ റോബിൻ്റെ, പുള്ളിക്കാരിൻ്റെ അതൊക്കെ ഒന്നും വലിച്ചു വെക്കേണ്ട കാര്യമില്ല. കാര്യം അത് വേറെ രീതിയിൽ തീർന്നോളും. അതിൻ്റെ കുറച്ച് ഓഡിയോസും കാര്യങ്ങളൊക്കെ വരും, എവിടെ നിന്നൊക്കെ ആയിട്ട് വന്നോളൂ അത്. ഓക്കെ, പുള്ളിക്കാരുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. അതായത് പുള്ളിക്കാരിയുടെ പേരോ പുള്ളിക്കാരിയുടെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തേക്ക് വലിച്ചു
വലിച്ചയക്കണ്ടെന്നുള്ളത്. നോ പ്രോബ്ലം, ഞാൻ അല്ലെങ്കിൽ ഒന്നും വലിച്ചയക്കണമില്ല, എനിക്ക് ഇതൊന്നും ഇടപെടാൻ താല്പര്യമില്ല. പിന്നെ അഗെയിൻ എന്നെ ഇവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കള്ളപ്പന്നി, എന്തിനാടാ എന്നാലും ഞാൻ എന്ത് പറ്റിയത് എന്നോട്? ഞാൻ അതാണ് ഇടയ്ക്ക് ആലോചിക്കണം, ഇനി അറിയാണ്ട് ഞാനെങ്ങാനും വല്ല കാശ് കടം കൊടുത്തിട്ട് കൊടുക്കാൻ എന്തെങ്കിലും വല്ലതും വേണ്ടേ. ഇനി അനന്തു ഇന്നലെ ഇന്നലെ വീഡിയോനെ കുറിച്ച് എനിക്കറിയായിരുന്നു. ഇന്ന് വീഡിയോ ഇട്ടതാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണ ദിവസം അനന്തു ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. ഇവൻ്റെ ചില കുൽസിതങ്ങൾ. പിന്നെ റോബിന്റെ അന്വേഷണം ചെന്ന് നിന്നത് റോബിൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന GG ഹോസ്പിറ്റൽ. അവിടെയുള്ള ആൾക്കാർക്ക് എന്താണ് റോബിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നൈറ്റ് നിൽക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാം ഭയങ്കര പണിയാണ്. കാരണം എമർജൻസിയിലും ആ ഏരിയയിലെല്ലാം ഇയാളൊരു സ്റ്റിക്കും കൊണ്ടുവന്ന സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറെ ശല്യം ഇയാളെ കൊണ്ടുണ്ടായിരുന്നു. പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറയുന്ന സീനിനെ കുറിച്ച് വല്ല ക്ലാരിറ്റി ഉണ്ടോ? ഈ പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ചേട്ടാ, പൊതുവെ ഇയാളുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇയാളോട് എല്ലാ പെമ്പിള്ളാർക്കും പ്രേമം തോന്നും എന്നുള്ളതാണ്. ആ പെമ്പിള്ളാർ ആര് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാം ഇയാളായിരിക്കും മോശം. അത് വെച്ചിട്ടായിരിക്കണം ആ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൊതുവെ ഇയാൾ ഡോക്ടേഴ്സിനെ കളിക്കാറില്ല, നഴ്സുമാരോടത്താണ് ഹോസ്പിറ്റലിൽ കളി മൊത്തം. റോബിനെ സ്കാം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരു അബിൽദേവിനകത്തുനിന്ന് മാത്രം നിൽക്കുന്നതല്ല. അതിന് കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചുതരാം. ആ വീഡിയോനകത്ത് ഉണ്ടായിരുന്നത് ഗുഡ്വിൽ എന്റർടൈൻസിന്റെ ജോബി ജോർജ്. But the list goes on. ഗോകുലം ഗോപാലനകത്ത് പെട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രവീൺ പെട്ടിട്ടുണ്ട്, കൊല്ലത്തുള്ള ഒരു അബ്കാരി പെട്ടിട്ടുണ്ട്, വേറൊരു പ്ലാന്റർ പെട്ടിട്ടുണ്ട്. The scam accusation is close to 3.5 crore rupees. എൻ്റെ മോനെ റോബിനെ ഇപ്പോൾ വന്നൊന്ന് പെണ്ണേസ് വരെ അല്ലോടെ വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ പരിപാടി അങ്ങനെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തുവിന്, അതായത് ഡോക്ടർ ട്രക്കിന് റോബിൻ ഇതുപോലെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ വേദലക്ഷ്മിക്ക് അല്ലെങ്കിൽ മറ്റവർക്കെതിരേക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആ ഒരു രീതിയിൽ വിളിച്ചു വരുത്തി. ഇതിൻ്റെ കുറേ കഥകളുണ്ടെന്ന് പറഞ്ഞാൽ മറന്നുപോയി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കാറുള്ളൂ. കാര്യം ഞാനാണെങ്കിലും ചില സമയത്ത് ഔട്ട് ഓഫ് ഓർഡറായി പോകുന്നുണ്ട്, ഇപ്പോൾ കട്ടായി പോകുന്നുണ്ട് മൈൻഡ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇതുപോലെ വീഡിയോ ചെയ്യണ കാര്യം പറഞ്ഞു. സോ അനന്തുവിൻ്റെ ഒരു രീതി വെച്ച് അനന്തു 2 സൈഡ് നോക്കിയിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി ഓപ്പോസിറ്റ് സൈഡ് അവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് കഥകളിൽ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉള്ളത് അറിഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ നിന്നിട്ട് ഇവനിട്ട് പണി കൊടുത്തതല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാറുന്നുള്ളത് ഉറപ്പാണ്. ഏത് റോബിൻ്റെ കൂടെ നിന്ന് നാറുന്നുള്ള ഉറപ്പാണ്. അവൻ്റെ കാണിച്ചു വെച്ചാൽ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അറിയാലോ. നേരെ വേദലക്ഷ്മി മറ്റവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ പ്രൂഫൊക്കെ വെച്ചിട്ട് അനന്ത് ഫസ്റ്റത്തെ കോണ്ടന്റ് ചെയ്യുന്നു. സോറി, അതിന് മുമ്പ് തന്നെ വേദലക്ഷ്മി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നത്. ഓക്കെ, അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. അത് എങ്ങനെയെങ്കിലും അതങ്ങ് സംസാരിച്ച് തീർത്തിട്ട് സാധാരണ രീതിയിൽ ഒരു ഒത്തുതീർപ്പും ചർച്ചയൊക്കെ ഉണ്ടല്ലോ. കുറേ കിടന്ന് കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അനന്തുവിനൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെയെങ്കിലും നീ കാശ് കടം വാങ്ങിച്ച ആൾക്കാരുടെ അടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത. ഇത് നിന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി വേദലക്ഷ്മി ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു കോണ്ടന്റ് ആക്കി ആൾക്കാരുടെ മുമ്പിലേക്ക് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു താല്പര്യമില്ല. റോബിൻ്റെ കേസ് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാനും താല്പര്യമില്ല. കാര്യം വേദലക്ഷ്മി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി കോണ്ടൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ഈ തീറ്റ കേസ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് വീണ്ടും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ആർക്കും വലിയ താല്പര്യമില്ലാത്ത ഒരു ഇതിൽ നീ പോയി കേസ് കൊടുക്കുന്നു. നീ ആദ്യം ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് എന്തൊക്കെയോ ഇറക്കുന്നത്. നീ കുറേ പ്രൂഫുകൾ അനന്തുവിൻ്റെ ഒരു 10,000 രൂപ നിൻ്റെ നിന്ന് കടം ചോദിച്ച വീഡിയോ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനത് ഇട്ടതായിട്ട്. എൻ്റെ പൊന്നാളി, അത് എന്ന് വാങ്ങിച്ചാൽ എന്നാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെങ്കിലും നീ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ആ വീഡിയോ കൂടി, അല്ലെങ്കിൽ ആ ഒരു ഇത് പുറത്തു വിട്ടപ്പോൾ. അതിട്ടിട്ട് അവനെ പ്രൊവോക്ക് ചെയ്ത് മൊത്തം എല്ലാവരും നടന്ന് പ്രൊവോക്ക് ചെയ്ത് ഇപ്പോഴും പുള്ളിക്ക് നല്ല കോൺഫിഡൻസാണ്. ആയിക്കോട്ടെ, പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, ശരി, പ്രൂവ് ഇറ്റ്, നല്ല കാര്യം, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ അവർ നല്ല രീതിയിൽ അടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഇത് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നല്ല ഈ കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയത്. ഇവൻ തന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതങ്ങനെ തന്നെ അടിച്ച് തീരട്ടെ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഞാൻ എന്തായാലും ഇത് അധികം കാര്യമായിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ബേസിക്കലി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. റോബിൻ്റെ ഒരു എന്താ പറയുക, ഈ കാശ് കടം വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു തട്ടിപ്പിൻ്റെ രീതിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഒന്നല്ല ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഉള്ള കാശ് ആർക്കെങ്കിലും കൊടുക്കാണ്ട് അതും കൊടുത്ത് തീർത്തിട്ട് വല്ല കാര്യം നോക്കി ജീവിക്കാൻ നോക്കും. അല്ലാതെ വെറുതെ ഇതിൻ്റെ അകത്തിട്ട് വീണ്ടും മൂപ്പിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്വയം നാറാന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വന്ന് അടിച്ചിട്ട് ഇത് എന്താ പറയുക, പോലീസും കോടതിയൊക്കെ ആയിട്ട് പോകേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് വെറുതെ അടിച്ച് തീർത്തുകൊണ്ടിരിക്കുക. 2 കൂട്ടരും, എല്ലാ കൂട്ടരും, ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്നത്. പക്ഷേ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്തേക്ക് പാർട്ടിയും പൊളിറ്റിക്സും ഒന്നും കൊണ്ടുവരണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോവാം, ഞാൻ പാർട്ടിക്കാരെ വരെ വെറുപ്പിച്ചല്ലോടെ.